സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെ വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. രൂത്ത് 2:11 വാക്യം. രൂത്ത് അമ്മായിമ്മ നവോമിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പരിചയങ്ങളുടെ സുരക്ഷിതത്വം വേണ്ടെന്ന് വെച്ചു രൂത്ത്. വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പൊറുക്കി. രൂത്ത് 2:3 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. കൊയ്ത്തുകാർ കാര്യസ്ഥൻ ഉടമസ്ഥനായ ബോവാസിനോട് രൂത്ത് വയലിൽ വന്ന് പൊറുക്കിയ കാര്യവും വിശ്രമമില്ലാത്ത പൊറുക്കിയ കാര്യവും പറഞ്ഞു. വാക്യം 7. രൂത്ത് നവോമിയെ കരുതിയത് കൊണ്ട് തന്നെ കരുതുന്നവരുള്ള ഒരു സുരക്ഷിത ഇടം അവർക്ക് ലഭിച്ചു. വാക്യം 8:9. ബോവാസിൻ്റെ ഔദാര്യ മനസ്സിലൂടെ ദൈവം രൂത്തിനും നവോമിക്കും വേണ്ടി കരുതുകയായിരുന്നു. വാക്യം 14-16 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ സുരക്ഷിത ഇടങ്ങൾക്കപ്പുറം അപ്രത്യക്ഷ പാതകൾ സമ്മാനിക്കാം. എന്നാൽ നാം ദൈവത്തോടും പരസ്പരമുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നാം അന്യോന്യം സഹായിക്കുന്നതോടെ തൻ്റെ സ്നേഹത്തിൽ വേരൂന്നുന്നു. ഏകാന്ത നിമിഷങ്ങൾ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയ ഒരു സമൂഹത്തിലൂടെ നിങ്ങളെ എങ്ങനെയാണ് ദൈവം സഹായിച്ചത്? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, എനിക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് എന്നോടൊപ്പം ആയിരിക്കാം എന്ന വാഗ്ദത്തത്തിനായി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.